അസ്സലാമു നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ വൈക്കടയിലേക്ക് വരുമ്പോൾ പാലാട് എന്ന സ്ഥലത്താണ് പോയി നിൽക്കുന്നത്. പാലാട് ടൗണിൽ നിന്ന് ആ വീട് നമ്മളെ CNG കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് എത്ര ഉള്ളൂ? ഒരു 300 ഏകദേശം അല്ലേ, ഒരു 300 മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. നല്ല സൂപ്പർ സ്ഥലമാണ്. ഹോസ്പിറ്റൽ തൊട്ടടുത്ത്, ആസ്പത്രി വലിയ ഹോസ്പിറ്റൽ തൊട്ടടുത്ത്, നമുക്കൊരു പെട്രോൾ വണ്ടിക്ക് എണ്ണ അടിക്കണമെങ്കിൽ അതും തൊട്ടടുത്ത്. വിദ്യാഭ്യാസ സമയം സ്കൂളിലേക്ക് ഏകദേശം ഇവിടുന്ന് 1 കിലോമീറ്റർ ഇല്ലേ, അത്രയില്ല, 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ ഈ വീട്ടിൽ നിന്ന് വൈദൂരമുള്ളൂ. നല്ല വിശാലമായ ഒരു 11 സെന്റിൽ 1200 സ്ക്വയർ ഫീറ്റിന്റെ ഫ്രണ്ട് ഭാഗത്താണ്, വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത്. വിശാലമായ നല്ലൊരു സൗകര്യത്തിന് കിണർ കണ്ടില്ലങ്ങൾ, നല്ല 9ന്റെ വെച്ച് വാർത്ത റിങ്, 8 റിങ് വെള്ളം എപ്പോഴും നിലനിൽക്കുകയാണ്. സാറായിട്ട് നല്ല വെള്ളം പറ്റാത്ത കിണറാണ്. ചുറ്റും അങ്ങനെ സൈഡ് അങ്ങനെ നമ്മൾ ഈ ചെടികൾ ഇങ്ങനെ പോയിട്ട് ഒരു 11 സെന്റ് പുറത്ത് ബാത്റൂം ഇതാ നിങ്ങൾക്ക് കാണാം. വാർപ്പിലൂടെ ഫുള്ള് അടിപൊളിയായിട്ടൊരു ടോയ്ലറ്റും ബാത്റൂമും കുളിക്കാനുള്ള നല്ല സൗകര്യമുള്ള നല്ലൊരു ടോയ്ലറ്റ് പുറത്ത് ഭാഗത്തുണ്ട്. പിന്നെ വിശാലമായ ഒരു വണ്ടികളൊക്കെ നമുക്ക് കയറ്റി കൊണ്ടുവന്ന് നിർത്താനും വണ്ടികൾ വരാനുള്ള സൗകര്യം, അതായത് നല്ല അടിപൊളി ഇതിലേക്ക് വഴി വരാനുള്ള സൗകര്യമുണ്ട്. വീട് അയൽവാസികളായാലും ഒരു വെള്ളം കയറുന്ന സ്ഥലമല്ല. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്. നല്ല വീടുകളുള്ള നല്ലൊരു അന്തരീക്ഷമുള്ള അടിപൊളി ഒരു ഏരിയ ആണ്. ഞാൻ വീടിന്റെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധിക്കുന്നതാണ് ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് വണ്ടി വരാൻ സൗകര്യമുണ്ടോ എന്ന് നോക്കും, വെള്ളം കയറുന്ന സ്ഥലമാണോ എന്ന് നോക്കും, ഒന്ന് അയൽവാസികൾ വീടുകൾ തൊട്ടടുത്ത് ഉണ്ടോ എന്ന് നോക്കും, അങ്ങനെ വെള്ള സൗകര്യമുണ്ടോ, അങ്ങനെ ഈ 3-4 കാര്യങ്ങൾ വ്യക്തമായാൽ ഇഷ്ടപ്പെട്ടാൽ ഏത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. നല്ല നോക്കി നിങ്ങൾ എന്താ സൗകര്യം നോക്കി, നല്ല ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം, നല്ല മാർബോണൈറ്റ് അടിഭാഗത്ത് നല്ല ഗ്രീൻ കളറിൽ നല്ല മാർബോണൈറ്റ് ഇട്ടുണ്ട്. പിന്നെ ജനാലിന്റെ ഡോറുകളൊക്കെ ഫുള്ള് ഫാബ്രിക്കേഷൻ വർക്കാണ് വീടെടുത്തിട്ടുള്ളത്. അങ്ങനെ 1200 സ്ക്വയർ ഫീറ്റിന്റെ 3 കൊല്ലത്ത് 3.5 കൊല്ലത്തിന്റെ ഉള്ളിലുള്ള ഈ വീട് പഴക്കമുള്ളൂ. പുതുപുത്തൻ വീട് തന്നെ നിങ്ങൾക്ക് പറയും. നല്ല ഒരു മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ഉഷാറാണ്. ഞാൻ നേരെ ചെല്ലുന്നത് ലിവിൻ ഹാളിലേക്കാണ്. ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം, വിശാലമായ നല്ല സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആൾക്കാർക്ക് സോഫട്ട് ഇരിക്കാനുള്ള സൗകര്യം നോക്കിയിട്ട് വീടൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. മുകൾ ഭാഗം വരെ നല്ല ഹൈറ്റിലാണ് വീടുള്ളത്. അങ്ങനെ നല്ല അത്യാവശ്യം നമുക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല ടേബിൾ ഇട്ട് ഭക്ഷണം കഴിക്കണം, നല്ലൊരു ടേബിൾ ഇട്ട നല്ല സ്പേസും കാര്യങ്ങളും നമുക്ക് കൈയ്യാനുള്ള സൗകര്യം തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതിന് L മോഡൽ ഉള്ളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഉള്ളിലാണ് ഇതിന്റെ സ്റ്റെയർ കേസ്, പെട്ടെന്ന് എടുത്ത് കാണിക്കാത്ത രൂപത്തിലാണ് മുകളിലേക്ക് സ്റ്റെയർ കേസ് വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യത്തിൽ എല്ലാ നമുക്ക് കൈ കഴുകാനുള്ള വാഷ് ബേസ് തൊട്ടുപുറത്ത് നല്ല മോഡൽ ഡിസൈൻ മോഡലിന് വലിപ്പ് മോഡലൊക്കെ വെച്ചിട്ട്, പിന്നെ കോമൺ ബാത്റൂം ഇതിൽ നല്ല നോക്കി നിങ്ങൾ അത്യാവശ്യം നല്ല മുകൾ ഭാഗം 3/4 ഭാഗം വരെ ടൈലിട്ട് നല്ല വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ലൊരു സൗകര്യത്തിൽ ഇറങ്ങിയ നല്ലൊരു ബാത്റൂം ഇതിലുണ്ട്. അങ്ങനെ ഒരു കോമൺ ബാത്റൂം കണ്ട് ഫസ്റ്റത്തെ റൂം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്തിലേക്ക് സ്ഥിതി ചെയ്യുന്ന ഫ്രണ്ട് ഭാഗത്തെ മുറ്റത്തേക്ക് കാണിക്കുന്ന രൂപത്തിലുള്ള ഫസ്റ്റത്തെ റൂം കണ്ടോ. നല്ല വിശാലമായ 2 കട്ടില, 6x4 വലിയ കട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല 5x6 കട്ടിലിട്ടാലും നല്ല സ്പേസ് കാര്യങ്ങൾ നോക്കിക്കോളും. പിന്നെ നമുക്ക് അലമാര സെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് റാക്ക് വലിപ്പുകളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റെയർ കേസ് നല്ല സൗകര്യം. പിന്നെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന റൂം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അതിൻ്റെ സ്മോളിലേക്കുള്ള നോക്കിക്കൂടെ അത്യാവശ്യം മുകളിൽ സീറ്റാണ് ഇട്ടിട്ടുള്ളത്. മുകളിലേക്ക് സ്റ്റെയർ കേസിന്റെ വർക്കുകളൊക്കെ ഫുൾ സ്റ്റീലിൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ ഉപയോഗിച്ച് നല്ല സൂപ്പർ മെറ്റീരിയലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ കയറുന്ന 2ാമത്തെ റൂമിൽ, ഇതിനുള്ളിലേക്ക് കയറുമ്പോഴാണ് റൂമിന്റെ വലുപ്പം എല്ലാം ഒന്ന് അറിയാമെങ്കിൽ ഇടുങ്ങിയ റൂമുകളല്ല. അതാണ് നല്ല അത്യാവശ്യം നല്ല എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് കാർബണേറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ചോളിട്ടോ, അത്യാവശ്യം നല്ല അലമാര നമുക്ക് റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വലിപ്പ് മോഡൽ കൊടുക്കണേ നമുക്ക് കൊടുക്കാം. പിന്നെ അങ്ങനെ 2 റൂമും കണ്ട് 3ാമത്തെ റൂമിലേക്ക് കയറും. 3ാമത്തെ റൂം ഒക്കെ ഒരേ വലുപ്പം തന്നെ. അത്യാവശ്യം നോക്കിയാൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നമുക്ക് കിടന്ന് നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ എൻ്റെ പ്ലഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. വീടിന് അത്യാവശ്യം നല്ല പൊക്കത്തിലാണ്. പിന്നെ നമുക്ക് അലമാര നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഫാബ്രിക്കേഷൻ വർക്ക് മോഡലിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. നല്ല എല്ലാ ഭാഗത്തും പണി തീർത്തിട്ടുണ്ട്. അങ്ങനെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അങ്ങനെ ഏതെങ്കിലും രോഗികൾ ഏത് വീടെടുക്കുമ്പോൾ റൂമിൽ ഒന്ന് അറ്റാച്ച്ഡ് വേണം. കാരണം എന്താ വെച്ചാൽ എപ്പോഴാണ് നമുക്ക്
ഓരോ അപകടങ്ങൾ, അതേമാതിരി സുഖമില്ലാതെ ആകുക ഒരു വീട്ടിൽ ഏത് മനുഷ്യനും വരുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നിർബന്ധമാണ്. അങ്ങനെ 3 റൂം നിങ്ങൾ കണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ വർക്ക് കണ്ട് ഇഞ്ഞു പോകുന്നത് സ്ത്രീകൾക്ക് അനുയോജ്യമായ ഒരു കിച്ചണിലേക്കാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഏത് വീടെടുക്കാൻ വരുമ്പോൾ ഓടി വരുന്ന ഇവർ ആദ്യം നോക്കി ഇതാണ്, സ്പേസ് ഉണ്ടോ നോക്കി നിങ്ങൾ. ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്യാൻ നല്ല അടിപൊളി നമ്മുടെ എൻ്റെ അരക്കെട്ട്, അത്യാവശ്യം ഹൈറ്റില്ലാത്ത ആളാണെങ്കിലും നോക്കി അരക്കെട്ടിലൂടെ എനിക്ക് തന്നെ ഇത് വരുന്നുണ്ട് കണ്ടോ. നല്ല അത്യാവശ്യം ഭാഗം വരെ ഫുൾ അടിപൊളിയായിട്ട് ടൈൽസ് ഇട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് ടിന്നുകൾ വെക്കാനുള്ള റാക്കുകളൊക്കെ നോക്കി നല്ലൊന്ന് ശ്രദ്ധിച്ചോളെ. എല്ലാ ടിന്നുകളൊക്കെ വെക്കാനുള്ള റാക്കുകൾ, അതേമാതിരി നമുക്ക് പാത്രം കഴുകാനുള്ള ഉള്ള സൗകര്യമുണ്ട്. പിന്നെ അതേമാതിരി ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് മുകളിലേക്ക് നമുക്ക് അടുക്കളയിലേക്ക് വന്നപ്പോൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഒരു ഗോൾഡൻ കളറിലാണ് മാർബോണേറ്റ് വന്നിട്ടുള്ളത്. കാരണം അല്ലേ ഫുഡിന്റെ മോഡലാണ് വന്നിട്ടുണ്ടല്ലേ, നല്ലൊരു ഗോൾഡൻ കളറിൽ നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് റാക്കുകൾ 2 റാക്ക് കൊടുത്തത് വലിപ്പ് മോഡൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റാക്കുകൾ നമുക്ക് കൊടുത്ത് വലിപ്പ് മോഡലൊക്കെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇത് കണ്ട് ഈ പുറത്തോട്ടുള്ള ഒരു വാതില് ഫുൾ ഇരുമ്പിലൂടെയാണ്. കാരണം ഏത് കാലാവസ്ഥ യൂസ് ചെയ്യുന്ന സാധനമാണ്. വെയിലായി കഴിഞ്ഞാലും മഴ പെയ്ത് കഴിഞ്ഞാലും ഒന്ന് ചീറ്റൽ വന്നു കഴിഞ്ഞ് സാധനം തുരുമ്പുടിക്കുക, കംപ്ലൈന്റ് വരിക, ചിലത് പൊളക്കൽ വരും. കാരണം മരമാകുമ്പോൾ ഇത് നല്ല ക്വാളിറ്റി നല്ല ഇരുമ്പിലൂടെയാണ് ഡോർ വെച്ചിട്ടുള്ളത്. പുറം ഭാഗത്തോട്ട് ശ്രദ്ധിച്ചോളൂ. ബാക്ക് നല്ല അതാക്കണ്, അതിന്റെ അതിര് സൈഡിന്റെ കെട്ട് വരെ അതാക്കണ വെട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഈ വീടിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഇവിടുന്ന് കിട്ടുന്ന വെള്ളം അതൊരു സൂപ്പർ വെള്ളം, നമ്മൾ പാടത്തത്തെ വെള്ളം മാതിരിയല്ല, അത്യാവശ്യം പൊന്തിരിക്കുന്ന സ്ഥലമാണ്. നല്ല അടിപൊളി വെള്ളമായിരിക്കും. ആ വെള്ളം കുടിച്ചാൽ തന്നെ ആ വെള്ളത്തിന്റെ ടേസ്റ്റ് കൂടുതൽ നമുക്ക് അസുഖങ്ങൾക്ക് തടയാനും ഏറ്റവും നല്ലൊരു വെള്ളമാണ്. നല്ല സൂപ്പർ നല്ല ഒരു ക്ലാരിറ്റി ഉള്ള വെള്ളമായിരിക്കും. അങ്ങനെ 11 സെന്റ് സ്ഥലം 1200 സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിനായിട്ട് നമ്മൾ ചോദിക്കുന്നത് എത്ര ഉള്ളവരെന്ന് ഒരു 37 ലക്ഷം രൂപ. CNG കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് എത്ര ഉള്ളൂ, 300 മീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദ്യുതം. ഊട്ടിക്ക്, മൈസൂരിക്ക്, പെരിന്തൽമണ്ണ, കോഴിക്കോട്, മഞ്ചേരി എല്ലാ ഭാഗത്തേക്കും പോകാൻ എളുപ്പമുള്ള ഏറ്റവും ഷോർട്ട് വഴിയാണ് നമ്മുടെ ഈ റോഡ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ നേരെ 300 മീറ്റർ മാത്രമുള്ളൂ ഈ ഇതിലേക്കുള്ള വൈദ്യുതം. നല്ല സൂപ്പർ വീടാണ്. ആകെ ചോദിക്കുന്നത് 37 ലക്ഷം രൂപ. പിന്നെ കച്ചവടല്ലേ, ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിൽ എടുക്കുക. ആകെ വീട് ചെറിയ പഴക്കമുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യില്ലേ. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം നിങ്ങളെ കമന്റ് ബോക്സിൽ എഴുതി. ഇനി പുതിയ വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഞങ്ങൾ പിന്നാലെ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല നല്ല വീടുകൾ കിട്ടും. നല്ല റേറ്റ് കുറഞ്ഞ വീടുകൾ നമ്മളെ PTS ഗ്രൂപ്പിലുണ്ട്. വീഡിയോ കാണാതെ പോകരുത്.